ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്. കൂടുതൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുക എന്നുള്ളത് കേരളത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ നല്ല പോളിംഗ് ശതമാനം ഉണ്ടാകും എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. സ്വാഭാവികമായി ഞങ്ങളുടെ പ്രതീക്ഷ UDF-ന് വൻപിച്ച ഭൂരിപക്ഷം കിട്ടും എന്നുള്ളത് തന്നെയാണ്. ആര്യാട ഷൌക്കത്തിന് അനുകൂലമായി വോട്ടെടുപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്യും, നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഭൂരിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്, അത് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂരിൽ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ അന്തരീക്ഷത്തെ വോട്ടാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ശക്തമായ സർക്കാർ വിരുദ്ധ തരംഗം അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമമാണ് ഞങ്ങൾ എല്ലാവരും നടത്തി. ഞാൻ ഏതാണ്ട് 15-16 ദിവസത്തോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ആ വാചകം ശരിക്കും മനസ്സിലാക്കണം. 25,000 വോട്ട് കിട്ടത്തക്ക രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. ശക്തമായ സർക്കാർ വിരുദ്ധ തരംഗം അവിടെ കാണാൻ കഴിയുമായിരുന്നു. ജനങ്ങൾ ഈ സർക്കാരിനെതിരായി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ശരിയായ അർത്ഥത്തിൽ അവിടെ കാണാൻ കഴിയുമായിരുന്നു. മലയോര മേഖലയിലെ കാട്ടാന ശല്യവും വന്യജീവികളുടെ അക്രമങ്ങളും കാരണം കർഷകൻ ബുദ്ധിമുട്ടിൽ, വിലക്കയറ്റം കാരണം സാധാരണക്കാരൻ പ്രയാസത്തിൽ, അതുപോലെ തന്നെ ഒരു വികസനവും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടക്കാത്തതിന്റെ അമർഷം, ഇതെല്ലാം അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമായി. മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ പോളിംഗ് ബൂത്തിൽ PV അൻവറിനെ കണ്ടപ്പോൾ ഷൌക്കത്ത് അടുത്തേക്ക് ചെന്നപ്പോൾ കെട്ടിപ്പിടിക്കാൻ കെട്ടിപ്പിടിക്കേണ്ട, ഷൌക്കത്ത് കെട്ടിപ്പിടിച്ചാൽ അത് ആത്മാർത്ഥതയില്ലാത്ത കെട്ടിപ്പിടുത്തമായിരിക്കുമെന്നാണ് PV അൻവറിന്റെ പ്രതികരണം. അങ്ങനെ ആത്മാർത്ഥതയില്ലാത്ത ആളാണോ ഷൌക്കത്ത്? അതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ ആണ്. നമ്മള് ഓരോരുത്തരെ എങ്ങനെ കാണുമ്പോൾ, രാഷ്ട്രീയ എതിരാളികളെ കാണുമ്പോൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളതൊക്കെ അത് വ്യക്തിഗതമായ കാര്യമാണ്. അതിപ്പോൾ ഞാൻ അതിനകത്തൊരു പ്രതികരണം നടത്തേണ്ട ആവശ്യമില്ല. അത് കാണാൻ പോവല്ലേ, കാണട്ടെ. അപ്പൊ EP ജയരാജനും MV ഗോവിന്ദനും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ EP ഗോവിന്ദനെ എന്തിനാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? EP ജയരാജനെ എന്തുകൊണ്ടാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? തെരഞ്ഞെടുപ്പിന് തലേ ദിവസം അദ്ദേഹം BJPയുടെ പ്രഭാരിയുമായി ചായ കുടിച്ച വാർത്ത പുറത്തു വന്നതാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഇപ്പോൾ ഇത് പറഞ്ഞ് MV ഗോവിന്ദൻ ഇത് പറഞ്ഞതോടുകൂടി അവർ തമ്മിൽ രണ്ടുപേരും ചെയ്ത ഒരേ തെറ്റല്ലേ? അപ്പൊ ഇപ്പൊ അറിയേണ്ടത് MV ഗോവിന്ദന്റെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. ഏതായാലും MV ഗോവിന്ദൻ പറഞ്ഞത് സത്യമാണ്. കേരളത്തിലെ BJPയുമായും എന്നും CPM-നൊരു സഖ്യമുള്ളതാണ്. എല്ലാ കാലത്തും കേരളത്തിലെ CPM ഏതാണ്ട് BJPയുടെ ഒരു B ടീം തന്നെയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കാറുള്ളത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ, ഞാനിത് ആവർത്തിച്ച് പറയുന്നു, ഇതുവരെ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. UDF-ന് കിട്ടിയത് 40% വോട്ട്, LDF-ന് കിട്ടിയത് 44% വോട്ട്. അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 14% ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് 10 കുറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ തുടർഭരണം ഉണ്ടായത് തന്നെ BJPയുടെ വോട്ട് CPM-ന് പോയത് കൊണ്ട് തന്നെയാണ്. ഇവർ തമ്മിലുള്ളൊരു അന്തർധാര കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ചു പുലർത്തിക്കൊണ്ട് CPM ജയിച്ചാലും വേണ്ടില്ല, കോൺഗ്രസ് ജയിക്കരുതെന്ന BJPയുടെ ആഗ്രഹം ആണ് ഇവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം. കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്ന് മോഡി ആഗ്രഹിക്കുമ്പോൾ കോൺഗ്രസിനെ തകർക്കാൻ CPM വോട്ട് ചെയ്യുക എന്നുള്ള നയം BJP സ്വീകരിക്കുന്നു. സന്തോഷത്തോടെ CPM BJPയുടെ വോട്ട് സ്വാഗതം ചെയ്ത് അവരുടെ പെട്ടിയിലാക്കുന്നു. ഇതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള അന്തർധാര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ കാലമായി തുടങ്ങിയിട്ടുള്ളതാണ്.
എം.വി. ഗോവിന്ദൻ ആ സത്യം തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇ പി ജയരാജനും അത് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയത് പോലെ CPM സംസ്ഥാന സെക്രട്ടറിയെയും ഇനി മാറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം. സത്യം പറഞ്ഞതിന്റെ പേരിൽ ഇ പി ജയരാജനെ എന്തിനാ മാറ്റിയത്? ഇ പി ജയരാജൻ പറഞ്ഞ LDF കൺവീനർ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞത് CPM-ഉം BJP-യുമായിട്ടുള്ള ധാരണയും ഓരോ സ്ഥാനാർത്ഥിയെ കൊള്ളാമെന്നും നല്ലതാണെന്നും ഒക്കെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞതിന്റെ പേരിലല്ലേ അദ്ദേഹം മാറ്റിയത്. അതിന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പറഞ്ഞെന്നല്ലേ? രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം തന്റെ അവകാശവാദം ആവർത്തിക്കുകയാണ്. 25,000 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിലുണ്ട്. തന്റെ 10-16 ദിവസത്തെ നിലമ്പൂരിലെ സാന്നിധ്യത്തിൽ നിന്ന് അതാണ് മനസ്സിലായത് എന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിപക്ഷം പ്രവചിച്ച ആര്യാടന്റെ ഭൂരിപക്ഷം അത്തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരേ ഒരു നേതാവ് രമേശ് ചെന്നിത്തല ആയിരിക്കാം. ആര്യാടൻ ഷൗക്കത്ത് രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. 9 വർഷമായി നിലമ്പൂർ അവഗണിക്കപ്പെട്ടത് ചർച്ചയായ തെരഞ്ഞെടുപ്പാണ്. പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരായ പ്രതിഷേധം പ്രതിഫലിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു. UDF-ന്റെ വോട്ടിൽ ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ലെന്നായിരുന്നു VV പ്രകാശിന്റെ വീട് സന്ദർശിക്കാത്തതിനെ ചൊല്ലിയുള്ള വിവാദത്തെക്കുറിച്ച് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. ഇതൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കുന്ന 9 വർഷമായി ഈ നിലമ്പൂർ അവഗണിക്കപ്പെടുകയാണ്. ഇത് ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ പറയുന്ന അഴിമതിയും അതേപോലെ തന്നെ അത് ജനങ്ങൾക്കുണ്ടാക്കിയ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു ദുസ്ഥിതിയും ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണാലോ എവിടെയും. ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും നമ്മളത് കണ്ടതല്ലേ. മാത്രമല്ല നിലമ്പൂരിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്കത് ബോധ്യമായിട്ടില്ലേ? VV പ്രകാശിന്റെ ഭാര്യ സ്മിത വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതിലും ആകാംക്ഷ നിലനിൽക്കുകയാണ്. അറിയാം ആദ്യഘട്ടം മുതൽ തന്നെ ആര്യാടൻ ഷൗക്കത്തും VV പ്രകാശിന്റെ കുടുംബവുമായുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. ഇതുവരെ VV പ്രകാശിന്റെ കുടുംബത്തെത്താൻ ആര്യാടൻ ഷൗക്കത്ത് തയ്യാറാകാതിരുന്നത് ചില കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും ഒരു അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിൽ സ്മിതയുള്ളത് കണ്ണൂരിലാണ്. ഇതിനിടെ VV പ്രകാശിന്റെ ചിത്രം മകൾ നന്ദന സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് പങ്കുവച്ചതും ശ്രദ്ധേയമായി. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഓരോ വോട്ടും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം ജയിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും അത് ഒരു ഭൂരിപക്ഷത്തിലൊക്കെ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകാനുള്ള സാഹചര്യമൊന്നുമില്ല. അത്ര വാശിയേറിയ തെരഞ്ഞെടുപ്പ് കോലാഹലമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ എന്താണ് VV പ്രകാശിന്റെ കുടുംബം പങ്കുവെക്കുന്ന വികാരം? എന്നും കോൺഗ്രസിനൊപ്പമായിരിക്കുമെന്ന് പറയുമ്പോഴും ചില അസ്വസ്ഥതകൾ അവർക്കിടയിൽ ഉണ്ട് എന്നുള്ളതല്ലേ? തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രഖ്യാപനം വന്ന സമയം മുതൽ VV പ്രകാശിന്റെ കുടുംബം ശ്രദ്ധാകേന്ദ്രമാണ്. പ്രത്യേകിച്ചും അന്ന് തന്നെ മകൾ നന്ദന പ്രകാശ്